ഷോക്കിംഗ് ഇൻസിഡന്റാണ് ഉണ്ടായിട്ടുള്ളത്. BJP കണ്ടം ചെയ്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് ഇതിൽ BJP സർക്കാരിന്റെ വലിയ തോതിലുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്, സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ എന്താണ് താങ്കളുടെ? അല്ല, സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് അത് നമുക്കെല്ലാവരും കാണുന്നത്. അത് പാകിസ്ഥാനി ഭീകരവാദികൾ വന്ന് മതം ചോദിച്ച് ഒരു നിരപരാധിയായ സാധാരണക്കാർ അവിടെ സഞ്ചരിക്കാൻ പോകുന്ന കുടുംബത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ പോകുന്ന ഇന്നസെൻറ്റ് വിക്ടിംസിനെ തന്നെ ക്രൂരമായി കൊന്നത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് അത് എങ്ങനെ നടന്നു, എന്തുകൊണ്ട് നടന്നു, അതെല്ലാം ഗവൺമെൻറ് നോക്കും. കേരള BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മാധ്യമങ്ങളെ കണ്ട സമയത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞ കാര്യമാണ് പ്രേക്ഷകർ കേട്ടത്. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ കേന്ദ്രത്തിൻ്റെ സുരക്ഷാ വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ് കേരളത്തിലെ BJP അധ്യക്ഷൻ. കേന്ദ്രത്തിൻ്റെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് ആദ്യമായി പരസ്യമായ നിലപാട് പറയുന്ന ആദ്യത്തെ നേതാവ് കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. BJPയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ പ്രതികരണം. സുരക്ഷാ വീഴ്ച ഇല്ലേ എന്ന് വ്യക്തമായിട്ട് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം അക്കാര്യം പറയുന്നത്. അത് നമുക്ക് ഒന്നുകൂടെ കേൾക്കാം. ഷോക്കിംഗ് ഇൻസിഡന്റാണ് ഉണ്ടായിട്ടുള്ളത്. BJP കണ്ടം ചെയ്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് ഇതിൽ BJP സർക്കാരിന്റെ വലിയ തോതിലുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്, സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ എന്താണ് താങ്കളുടെ? അല്ല, സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് അത് നമുക്കെല്ലാവരും കാണുന്നത്. അത് പാകിസ്ഥാനി ഭീകരവാദികൾ വന്ന് മതം ചോദിച്ച് ഒരു നിരപരാധിയായ സാധാരണക്കാർ അവിടെ സഞ്ചരിക്കാൻ പോകുന്ന കുടുംബത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ പോകുന്ന ഇന്നസെൻറ്റ് വിക്ടിംസിനെ തന്നെ ക്രൂരമായി കൊന്നത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് അത് എങ്ങനെ നടന്നു, എന്തുകൊണ്ട് നടന്നു, അതെല്ലാം ഗവൺമെൻറ് നോക്കും. അദ്ദേഹം അത് മാത്രമല്ല പറഞ്ഞ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിൽക്കാതെ തീവ്രവാദി ആക്രമണത്തെ ഒറ്റക്കെട്ടായി എതിർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സുരക്ഷാ വീഴ്ചയെ ഒരു BJPയുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവും ഒരു സംസ്ഥാന അധ്യക്ഷനും വിമർശിക്കുന്നത്, അതിനെ ഏറ്റുപറയുന്നത് ശക്തമായ കാര്യമാണ്. അത് BJPയെ കൂടുതൽ ഡിഫെൻസീവിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് അതിന് മറുപടി എന്ന രീതിയിൽ സിന്ധു നദീജല കരാറിനകത്തു നിന്നും ഇന്ത്യ പുറമോട്ട് പോയിരിക്കുകയാണ്. അതിന് തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ് എന്ന് ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാ പാകിസ്ഥാനികളടുത്തും പാകിസ്ഥാനി പൗരന്മാർക്കും മെയ് 1 മുൻപ് തന്നെ രാജ്യം വിടാനും വ്യക്തമായിട്ട് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല, മിക്കവാറുമുള്ള എല്ലാവരെയും വിസ അവസാനിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. നേരിട്ട് ഹൈക്കമ്മീഷനെ വിളിച്ചാണ് ഈ കാര്യങ്ങൾ അറിയിച്ചത്. മാത്രമല്ല, സ്റ്റാഫിൻ്റെ എണ്ണം 55-30 വെട്ടിക്കുറയ്ക്കാനും ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ശക്തമായ നയതന്ത്ര മറുപടിയാണ് ഈ വിഷയത്തിൽ ഇന്ത്യ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. സിന്ധു നദി ജല കരാറിന് പുറമോട്ട് പോകുന്നത് അപക്വമായ പരിപാടിയാണ്, അപക്വമായ നീക്കമാണ്, ഇമ്മച്വറായ നീക്കമാണ് എന്നാണ് പാകിസ്ഥാൻ ഇതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. ഇതിനും ശക്തമായ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് പ്രധാനമന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഡൽഹിയിലെ സ്ഥിതി അത്ര സുഖകരമല്ല. ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിൽ കനത്ത പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ വിവിധയിടങ്ങളിൽ ഭീകരരുമായി ഈ സമയത്ത് തന്നെ സൈന്യം ഏറ്റുമുട്ടൽ തുടരുകയാണ്. ആ സമയത്താണ് ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ജമ്മു കാശ്മീരിൽ ഉദ്ധംപൂർ ജില്ലയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭീകരർക്കെതിരെ ശക്തമായ നീക്കമാണ് ജമ്മു കാശ്മീരിൽ ഇപ്പോൾ കരസേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നീക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള മിലിറ്ററി ആക്ഷനിടെയാണ് ഒരു സൈനികൻ മരണം വരിച്ചത്. സംഭവ സ്ഥലത്ത് കൂടുതൽ സേന ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. ഭീകരവാദികൾക്കെതിരെ സ്ഥലത്ത് സംയുക്ത ഓപ്പറേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ദില്ലിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് പുറത്ത് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകളും ഡൽഹി പോലീസ് ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. ശക്തമായ നയതന്ത്ര നടപടിയുമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് നടപടികൾ അടുത്ത ദിവസം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നുവെന്ന്. സുരക്ഷാ വീഴ്ച യാഥാർത്ഥ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ട സമയത്തായിരുന്നു അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയത്.